നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു കലത്തപ്പമാണ്. നമ്മൾ സാധാരണ കലത്തപ്പം കുക്കറിലല്ലേ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാതെ വേറൊരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല അടിപൊളി നാര് ഉള്ള കലത്തപ്പം. ഷേപ്പ് വേറെ ആണേ ഉള്ളൂ. ഉരുക്കിയെടുക്കണം. ഞാനൊരു 3 കട്ട ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം. അപ്പം നിങ്ങൾക്ക് എത്രയും മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ഞാൻ ഈ 3 കട്ട ചേർത്തിട്ട് എനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി, നൂൽപ്പരുവം ഒന്നും ആക്കണ്ട, ജസ്റ്റ് അതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഞാനിവിടെ ഒരു സവാള, ചെറിയൊരു സവാള എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇവിടെ ഞാനൊരു പാൻ വെച്ച് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ തലേന്നേ ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അതുപോലെ ഈ അരിയും നമുക്ക് ഈ അരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് സമയം അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുതിർക്കാനായിട്ട് ഇടണേ. അഥവാ 4 മണിക്കൂർ ഇടാൻ സമയമില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം, കുറച്ച് തിളച്ച വെള്ളം അരിക്കകത്തിട്ടിട്ട് നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് അത് പിന്നെ കുതിർന്ന് കിട്ടുമല്ലേ. അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചായിരുന്നു, അതൊന്ന് വറുത്തെടുക്കട്ടെ. നെയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കണം, എന്നാലാണ് ആ ഒരു കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ ആകുന്നത് വരെ ഇതുപോലൊന്ന് വറുത്തിട്ട് അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ ആ സവാളയും കൂടെ ഒന്ന് നെയ്യ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് സവാളയും കൂടെ നമുക്കൊന്ന് ഒന്ന് മൊരിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചായിരുന്നു. അതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു കപ്പിൻ്റെ അകത്ത് എടുത്തത്, 1/2 കപ്പിൻ്റെ അകത്ത്. പക്ഷേ 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ 6-7 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. എൻ്റെ ഏലക്കാപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 3-4 ഏലക്ക ഇതിൻ്റെ അകത്ത് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാവേ. ഇപ്പോൾ ഇവിടെ അരിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ചേർക്കുന്നുണ്ട്. നമുക്കിത് ദോശമാവിനൊക്കെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു ബാറ്ററായിരിക്കണം വേണ്ടിയത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആ വറുത്ത ഉള്ളി മൊത്തം ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തിൽ നിന്ന് പകുതി ചേർത്തിട്ട് പകുതി നമ്മളത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമ്മൾ ആ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് നല്ല ചൂടോടെ ഇതിൽ ഒഴിച്ചിട്ട് അത് ഒരു കൈ കൊണ്ട് ഒഴിക്കണം, മറ്റേ കൈ കൊണ്ട് മാവ് കലക്കി കൊടുക്കണം. കാരണം ചൂട് ഇതായിരിക്കും ആവുമ്പോൾ മാവ് വേവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് നമ്മളിപ്പോൾ ഇടത്തെ കയ്യിൽ ഇത് പിടിച്ചിട്ട് നമ്മുടെ ശർക്കര വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് വലത്തെ കൈ കൊണ്ട് മാവ് കലക്കിക്കൊണ്ടേയിരിക്കണേ. അപ്പോൾ അത് നന്നായി കലക്കിയെടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതുപോലൊരു അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നടുവ് ഇത്തിരി കുഴിഞ്ഞതായിരിക്കണം. അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഏതാ ഓയിൽ വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാം. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് കല്ല് നല്ല ചൂടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിത് അടച്ച് നമുക്ക് വെച്ച് വേവിക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ അകം വേകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ മുകൾ ഒരു ഇച്ചിരി പച്ചപ്പ് വിടുന്ന ഉടനെ നമുക്ക് ആ തേങ്ങാക്കൊത്തില്ലേ അതിൽ നിന്ന് ഇച്ചിരി നമുക്കിതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം, മുകളിലൊന്ന് കാണാനായിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി പച്ചയോടുകൂടിയാണ് ഞാൻ ഇട്ടത്. ഞാൻ അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഇച്ചിരിയും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ കൂടിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ 2 അപ്പച്ചട്ടി ഉള്ളതുകൊണ്ട് ഞാൻ 2 അപ്പച്ചട്ടി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിത് നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാം. നല്ല നാര് പോലുള്ള കലത്തപ്പം. ഷേപ്പിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല നാര് പോലെ. അങ്ങനെ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നാര് പോലെ കിട്ടത്തുള്ളൂ. നല്ല ചൂടോടുകൂടി ഒഴിക്കണം.
അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.